മണപ്പുറം റിതി ജ്വല്ലറി കോർപ്പറേറ്റിന്റെ ആനിവേഴ്സറി ആഘോഷം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു കോർപ്പറേറ്റ് ആനിവേഴ്സറി ഓഫർ എന്ന പേരിലാണ് ഈ ഒരു സംരംഭം 14ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ മഹത്തായ ജ്വല്ലറിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആനിവേഴ്സറി കൊണ്ടാടുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് ഏറ്റവും വിലപിടിപ്പേറിയതും ഏറ്റവും മനോഹരമായിട്ടുള്ള ലോഹമാണ് സ്വർണം. ഇവിടെ കൊളുത്തിയത് തന്നെ വെളിച്ചപ്പൂക്കൾക്കൊക്കെ സ്വർണത്തിന്റെ നിറമാണ്. ഒരു തിരിയിലേക്ക് ഒരു വെളിച്ചം നമ്മൾ കൊളുത്തുമ്പോൾ വരുന്നത് അത് സുവർണവർണ്ണമാണ്. എല്ലാം സുവർണ അനുഭവങ്ങളാണ്. നമ്മൾ അവസരങ്ങളെ പറയുക സുവർണ അവസരങ്ങൾ എന്നാണ്. സ്വർണം എന്ന് പറയുന്നത് അത്രയും വിലപിടിപ്പുള്ളതാണ്. ഓരോ ദിവസവും സ്വർണത്തിന്റെ വില കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം തോന്നുന്നത് അതിന്റെ ബിസിനസ്സുകാർക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന് വില കൂടുമ്പോൾ അവരുടെ നെഞ്ചിടിപ്പ് കൂടും. കാരണം കുട്ടികൾക്ക് വേണ്ടി സ്വർണം കരുതി വെക്കണം. എങ്കിലും എല്ലാവരും അവർക്ക് കഴിയാവുന്ന രീതിയിൽ സ്വർണം ശേഖരിച്ചു വെക്കുക എന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്, വളരെ അത്യാവശ്യവുമാണ്. ചടങ്ങിൽ മണപ്പുറം റിതി ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ സുഷമ നന്ദകുമാർ, സിഇഒ ബാലു, മീഡിയ ഹെഡ് മുസ്തഫ, ഷോറൂം ഹെഡ് മനോജ്, അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് അജിത് എന്നിവർ പങ്കെടുത്തു. നിരവധി ഓഫറുകളാണ് ആനിവേഴ്സറിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് ആഭരണ പർച്ചേസുകൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമുണ്ട്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് ആഭരണ പർച്ചേസുകൾക്ക് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. സ്പെഷ്യൽ ലക്കി ഡ്രോ, ഗോൾഡ് കോയിൻ, സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറും ആനിവേഴ്സറിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പല ജ്വല്ലറികളും അവരുടെ ഷോറൂമിൽ എഴുതി വെച്ചു മണപ്പുറം റിതി ജ്വല്ലറിയുടെ ഗോൾഡ് നമ്മൾ സ്വീകരിക്കുന്നതല്ല. അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നായാലും ഇവിടുത്തെ ജ്വല്ലറിയുടെ ആയാലും അതിന്റെ മാറ്റ് കുറയ്ക്കാനായിട്ട്, മാറ്റ് കണ്ടുപിടിക്കാനായിട്ട്, എത്രയുണ്ട് അതിന്റെ ഗോൾഡിന്റെ കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ക്യാരക്ടർ അനലൈസർ നമ്മളിവിടെ വെച്ചു. അതാണ് നമ്മൾ ചെയ്ത ദ്രോഹം. അപ്പൊ അതോട് കൂടിയിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു സെറ്റ് ജ്വല്ലറിക്കാരി, ഞാൻ അത് ആരാന്നൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് വളരെയധികം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ആ ഒരു പ്രതിസന്ധിയുടെ ഒരു ഫലം നമുക്ക് കുറെ കാലം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്.